വൈകുന്നേരം കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ അവല് വെച്ചാട്ടത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മട്ടവിൽ എടുത്തിട്ടുണ്ട്. മട്ടവിലാകുമ്പോൾ കുറച്ചും കൂടെ തവിടുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ വൈറ്റമിൻസും മിനറൽസൊക്കെ ഈ ഒരു അവിലിൽ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നമുക്ക് കഴിക്കാനാണെങ്കിലും ഏറ്റവും നല്ലത് മട്ടവിൽ തന്നെയാണ്. ഒരു പാനിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് അളവിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒരു ഇഞ്ചിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഒരു ശർക്കര പാനിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മട്ടവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അവലും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് അവലൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇഞ്ചി കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണിന് പകരം 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അവൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പഴമാണ്. നമ്മുടെ നാട്ടിൽ ചെറുപഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലേക്ക് 4 എണ്ണം എടുക്കുക കേട്ടോ. അപ്പോൾ പഴം ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ നമ്മൾ വലിയവർക്കൊക്കെ ഈ ഒരു പച്ചമുളക് ചെറിയൊരു എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് സവാള ചെറുതാക്കി അരിഞ്ഞതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തേങ്ങാപ്പാലായിട്ട് എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഫ്രഷ് മിൽക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട ഈ ഒരു മിക്സും കൂടെ റെഡി ആയിട്ടുണ്ട്. പഴത്തിൻ്റെ ഒരു മിക്സും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അവിലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ, അത് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ മിക്സും കൂടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ അവൽ മിക്സ് ചെയ്ത സമയത്ത് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടാണ് പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ പഴത്തിൻ്റെ മിക്സ് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മാങ്ങാക്കാലൊക്കെ ആയതുകൊണ്ട് ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിളായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നിങ്ങൾ അവൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ നട്ട്സും പഴത്തിൻ്റെ ഒരു മിക്സൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അവൽ ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ അവൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്